അൽഹംദുലില്ലാഹ് ഉസ്താദുമാര് പറയുന്നത് കേട്ട് മാതാപിതാക്കൾ പറയുന്നത് കേട്ട് നല്ല മക്കളായി വളരണം. റോഡിന്റെ സൈഡിലാണ് നിങ്ങൾ ഉള്ളത്. ഒരു കാരണവശാലും റോട്ടിലേക്ക് എന്ത് ചെയ്യരുത്, ഇറങ്ങരുത്. അപകടങ്ങൾ വരും. റോഡിൽ വണ്ടി പോകുന്നതാണ്. പ്രത്യേകിച്ച് മൂല്യമാര് എന്ന് പറഞ്ഞാൽ എല്ലാ ആജ്യന്മാരോടും ഞാൻ പറയും, ഒരിക്കലും ലൈസൻസ് ഇല്ലാത്ത ഒരു മൂല്യർക്കും ബൈക്ക് കൊടുക്കരുത്. ഭക്ഷണത്തിന് പോയിട്ടുണ്ടാവും ഒരു ആചാര പേരില്, ഞാൻ മടവൂരൊന്ന് പോയി വരട്ടേന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, വണ്ടി എടുക്കട്ടെ ആചാര്യ ഇല്ലേ, കാർ എടുക്കട്ടെ എന്ന്. ആയിക്കോട്ടെ, മടവൂർക്ക് വേണം എടുത്തു. ലൈസൻസ് ഉണ്ടോന്ന് അപ്പൊ ചോദിക്കണം, ഹെൽമെറ്റ് ഉണ്ടോന്ന് അപ്പൊ. ഇത് രണ്ടും ഇല്ലാത്ത ഒരൊറ്റ മൂല്യമാർക്കും ഒരു സാധനം ഓൽക്കൊരു ലിമിറ്റും ഇല്ല. അങ്ങോട്ട് പോകാൻ സ്പീഡില് എത്രയാ പോകേണ്ടതെന്ന് അറിയില്ല. ഹൈവേ ഉദ്ഘാടനം ചെയ്തത് 3 മൂല്യന്മാരില്ല. ഇന്ന് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ ഇത് പറയാൻ കാരണം, നിങ്ങളോട് പറയണമെന്ന് പറഞ്ഞു, ഒരാള് ആ ഹൈവേയിൽ അപകടം പറ്റിയ 3 ആളുകളെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആള് എനിക്ക് വരുമ്പോ വിളിച്ചു. അതുകൊണ്ട് തങ്ങളിപ്പോ എന്തായാലും ഈ വിഷയം പറയണം. പറഞ്ഞ സംഗതി അങ്ങനെ തന്നെ പറഞ്ഞു. ആജയമാരോട് പറയണം, നിങ്ങൾ കൊടുക്കരുത്. ഒരു കാരണം, ഉസ്താദിനോട് ചോദിക്കാതെ ഒരു കാരണവശാലും ഒരു വണ്ടിയും ഒരു മുതാലിമിനും കൊടുക്കണം. ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് സമ്മതം തന്നാൽ തന്നെ ഹെൽമെറ്റ് ഇല്ല, ലൈസൻസ് ഇല്ല, ഇങ്ങനത്തെ ആള് ഒരു വണ്ടി എന്ത് ചെയ്യരുത് കൊടുക്കരുത്. എന്താ ഞാൻ പറഞ്ഞു കേട്ടുണ്ടോ? കറക്റ്റ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എളാപ്പാന്റെ വണ്ടി, മൂത്താപ്പാന്റെ വണ്ടി ആരും കൊടുക്കരുത്. അതെടുത്തില്ലേ? അതുകൊണ്ടാണല്ലോ RTO എന്ത് പറയണത്, കുട്ടികൾ ലൈസൻസ് ഇല്ലാത്ത കുറിച്ച വാപ്പ വന്നാലേ വിടുള്ളൂ. ഇതൊരു ശിക്ഷയായി വാപ്പക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. ഒരു കുട്ടിനെ പിടിച്ചിട്ട് അല്ലെ 35,000 റുപ്യ കെട്ടണം. 35 അല്ല, 35,000 റുപ്യല്ല, 1,00,000 പറയണം. അപ്പോഴേ ശരിയാവും. 1,00,000 റുപ്യ. ഇപ്പൊ ഹറമില് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഫോട്ടോ എടുത്ത 10,000 റിയാൽ ഫൈനാണ്. ഈ കുറി ഹജ്ജിന്റെ ഫോട്ടോ ആരും വന്നില്ലല്ലോ. മറ്റേ ഇമ്മ തവാഫ് ചെയ്യണതും മാളൂവി തവാഫ് ചെയ്യണതും ഒക്കെ ഫോട്ടോ പഠിച്ചം പോലെ ഇക്കുറി ഒറ്റ ഫോട്ടോ. കാരണം എന്താ, ഫോട്ടോ എടുത്ത 10,000 റിയാൽ. അതില്ലേ, പിന്നെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പൈസ ഉണ്ടാക്കി കൊണ്ടേ കൊടുക്കാൻ വേണം. കാരണം വാപ്പന്റെ വിസയും കഴിയും, അപ്പൊ കൊണ്ടേ കൊടുക്കും. അതുകൊണ്ട് ശക്തമായ നിയമങ്ങൾ തന്നെ വരണം. അപ്പോഴേ റെഡിയാവുള്ളൂ. എത്ര ആളുകളെ മരിക്കണം, എത്ര ആളുകൾ രാത്രി, എത്ര ആളുകൾ സിയാറത്തിനൊക്കെ പോയിക്കോളി, പകല് പോയിക്കോളി. അത് തന്നെ ഉറക്കൊഴിച്ചു വണ്ടി രാത്രി വിടുക, എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മൾ അപകടത്തിൽ പെടും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ശരിക്കത് ഖത്ലു നഫ്സാണ്. നമ്മൾ സ്വന്തം നമ്മളെ ശരീരത്തിന് നമ്മൾ കൊല്ലാണ്, സിഗ്നൽ കട്ട് ചെയ്യുക. ചിലവർക്കൊക്കെ വലിയ രസമാണ് അതൊക്കെ പറയാൻ. ചിലർക്ക് പറയും, ഞാൻ പെണ്ണുങ്ങളൊന്നാണ് കൊടുത്തത്, പിടി കുത്തനെ ഇങ്ങനെ കട്ടൻ ചാടിച്ച പോലെ ബിടായി അടിച്ച പെണ്ണുങ്ങളൊന്നാണ് വെച്ചത്. വലിയ രസമല്ല അത്. സൗദി അറേബ്യയിൽ പോയിട്ടൊന്നും പറയും, സൗദി അറേബ്യയിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിട്ട് പറയട്ടെ ആവർത്തനം. കാരണം സൗദിയിലെ പെണ്ണുങ്ങളാണ് ഈ പറയാ ഉദ്യാപ്പളിനോട് പുതിയെണ്ണ ചോദിക്കും, മുഹമ്മദ് ഉല്ലാസ് വെള്ളം എടുത്താ. നമ്മളോടെങ്ങാനും നമ്മളെ പെണ്ണുങ്ങൾ മുഹമ്മദ് വിളിച്ചാണ്ടാവും, ഉച്ചരിച്ചത് ഓർമ്മ ഉണ്ടാവും അല്ലേ? അത്ര ഓർമ്മ ഉണ്ടാവും. അപ്പൊ അത് പിന്നെ എത്തേണ്ടടുത്ത്. അപ്പൊ അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ നമ്മൾ നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ മുതഅല്ലിമീങ്ങളോടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. വളരെ അപ്പൊ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഇന്ന് പോരുന്ന വഴിയിൽ ഒരാൾ വളരെ വിഷമം പറഞ്ഞ് ഈ കാര്യം പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇന്ന് ഓൺലൈനിൽ പറയണം, എല്ലാവരോടും പറയണം. ഒരു കാരണവശാലും ഒരു മനുഷ്യന്, അമ്മോനാണെങ്കിലും എളാപ്പിയാണെങ്കിലും ഭക്ഷണം കഴിച്ച വീട്ടിൽ പോയ ആളുകളാണെങ്കിലും ആരാണെങ്കിലും ലൈസൻസ് ഇല്ല, ഹെൽമെറ്റ് ഇല്ല, അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കരുത്. മുതഅല്ലിമീങ്ങളാകുന്ന ആളുകളും ഉസ്താദുമാരും ചോദിച്ചാൽ അത് ഉസ്താദിന്റെ സമ്മതം വാങ്ങിയതിന് ഉസ്താദിന് വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞിട്ട് മാത്രമേ വിഷയം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഇൻഷാ അല്ലാഹ് ഈ ഹിഫ്ദുൽ ഖുർആൻ കോളേജിന്റെ ഉദ്ഘാടനത്തിൽ വളരെ ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ. അല്ലാഹു തആല ഖൈർ നൽകട്ടെ.